ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളും ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. തിയേറ്റർ റിലീസ് ചെയ്ത സിനിമകളൊക്കെ കണ്ട് റിവ്യൂസ് ചെയ്തിട്ടുണ്ട്. ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ, അതുപോലെ തന്നെ രായൻ, അതുപോലെ തന്നെ ലെവൽ ക്രോസ്, ഈ സിനിമകളൊക്കെ കണ്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി കാണാനുള്ളത് സീക്രട്ട് ആണ്. അത് കണ്ട് നാളെ തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കാം. ഓക്കെ, എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് OTT റിലീസ് ചെയ്തത് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ നമ്മുടെ ദർശന രാജേന്ദ്രൻ, അതുപോലെ തന്നെ റോഷൻ മാത്യു ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത പാരഡൈസ് എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ സിനിമ മലയാളം മാക്സിൽ ജൂലൈ മാസം 26-ാം തീയതി റിലീസ് ചെയ്യുന്ന പറഞ്ഞ കമ്മിങ് സൂൺ പോസ്റ്ററും കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടിരുന്നെങ്കിൽ അവർ ലേറ്റ് ആയിട്ടാണ് റിലീസ് ചെയ്തത് മനോരമ മാക്സിൽ. അതുകൂടാതെ ആമസോൺ പ്രൈമിൽ ഈ സിനിമ അവൈലബിൾ ആണ്. ഈ സിനിമ കണ്ടു, ഈ സിനിമയുടെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ്. ഭരതനാട്യം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴിയാണ് ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സിനിമ ഒരു സർപ്രൈസ് ആയി റിലീസ് ചെയ്ത സിനിമയാണ്. ഒരു ഹിന്ദി മൂവിയാണ്. ചോട്ടാ ഭീം ആൻഡ് ദ കേഴ്സ് ഓഫ് ദമ്യാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ആക്ഷൻ അഡ്വഞ്ചർ ഫാന്റസി കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ് തെലുങ്ക് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ്. സത്യരാജ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത വെപ്പൺ എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയും പലരും കമന്റ് ബോക്സിൽ ചോദിച്ചിരുന്നു റിലീസ് ചെയ്തിട്ടില്ല, എന്താണ് റിലീസ് ചെയ്യാത്തത് എന്നുള്ളത്. പക്ഷേ 26-ാം തീയതി റിലീസ് ചെയ്യുന്ന പറഞ്ഞ സിനിമയായിരുന്നു. 26-ാം തീയതി തന്നെ ഈ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ആഹാ തമിഴ് വഴി ഈ സിനിമ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു സീരീസ് ആണ്, ഒരു കൊറിയൻ സീരീസ് ആണ്. നോ വേ ഔട്ട് ദ റൗലറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആക്ഷൻ അഡ്വഞ്ചർ ക്രൈം കോമഡി ഒക്കെ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൊറിയൻ സീരീസ് ആണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സീരീസ് ജൂലൈ മാസം 31-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഓക്കെ, അടുത്തത് ഒരു ഹിന്ദി മൂവിയാണ്. ഒരു കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ലൈഫ് ഹിൽ ഗെയ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി ഒരു സിനിമ ഓഗസ്റ്റ് മാസം 9-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് ഓഗസ്റ്റ് മാസം 9-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന വേറെ മറ്റൊരു സിനിമയാണ്. ഒരു മലയാള സിനിമ, നമ്മളെല്ലാം കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. നമ്മുടെ മമ്മൂക്കയുടെ ടർബോ എന്ന് പറഞ്ഞ സിനിമ. സോണി ലിവിൽ ഈ ഒരു സിനിമ ആഗസ്റ്റ് മാസം 9-ാം തീയതി റിലീസ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ ഈ സിനിമ ഒരു ദിവസം മുൻപേ ആഗസ്റ്റ് മാസം 8-ാം തീയതി വന്നേക്കാം എന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ സോണി ലിവിലൊക്കെ സാധാരണ റിലീസ് ചെയ്യുന്ന സിനിമകളൊക്കെ ഡേറ്റ് പ്രഖ്യാപിച്ചാൽ ഒരു ദിവസം മുമ്പേ തന്നെ അവർ റിലീസ് ചെയ്യാറുണ്ട്. മിക്കവാറും സോണി ലിവിൽ ആഗസ്റ്റ് മാസം 8-ാം തീയതി ഈ സിനിമ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത സോണി ലിവ് വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു തെലുങ്ക് സീരീസ് ആണ്. ബൃന്ദ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഒരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ്. തൃഷ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന സീരീസ് ആണ്. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി, ബംഗാളി, മറാഠി ഭാഷകളായിട്ടാണ് ഈ ഒരു സീരീസ് സോണി ലിവ് വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ആഗസ്റ്റ് മാസം 2-ാം തീയതിയാണ്. ഇപ്പോൾ ഈ സീരീസിന്റെ മലയാളം ട്രെയിലർ ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റിലേക്ക് സിനിമകളും സീരീസുകളാണ് നിങ്ങൾ കണ്ടത്, ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ തിയേറ്റർ റിലീസ് സിനിമകളുടെയൊക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് പ്രതീക്ഷിക്കുന്നു. അതുകൂടാതെ OTT റിലീസ് ചെയ്ത സിനിമകളുടെയും റിവ്യൂ ചെയ്യാറുണ്ട്. റിവ്യൂസ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, അപ്ഡേറ്റ് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടിരിക്കുക, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.